ഹായ് കൂട്ടുകാരെ, ഞാൻ ശരംകുമാർ സതീഷ് അല്ലെങ്കിൽ ഉണ്ണിയിടിക്ക് തണ്ണിപ്പാറ. ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ വീടും പരിസരമൊക്കെ പരിചയപ്പെടുത്താം. കണ്ട് ഇതായിരുന്നു എൻ്റെ വീട്. ഇപ്പോൾ വാടകയ്ക്കാണ്, ഇത് കൊടുത്തു. ഇതായിരുന്നു വീട്. ഇത് നമ്മുടെ കന്നാലിക്കൂട്. ഇവിടെ കന്നാലിക്കൂടെന്നാണ് പറയുന്നത്, ചിലർ തൊഴുത്തെന്നൊക്കെ പറയും. ഒരു 5-6 പശുവൊക്കെ ഉണ്ടായിരുന്നു, ആടും മുയലും ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ വീട്. ഇപ്പോൾ വേറെ ആളുടെയാണ്, ഇപ്പോൾ വാടകയ്ക്കാണ് ഞങ്ങൾ. പിന്നെ ഇതിലേ പോയാൽ കുറേ വീടുണ്ട്. ഇതിലേ പോകുന്നിടത്താണ് ഇപ്പോൾ വാടകയ്ക്കുള്ള വീട്. പിന്നെ ഇതിലെ ഈ ചെറിയ വഴി പോയാൽ അമ്മയുടെ വീട്ടിൽ പോവാം. പിന്നെ ഈ കണിക്കൊന്ന അമ്മ കാട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് തൈ കൊണ്ട് വെച്ചതാണ്. 2-3 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് പൂവിട്ടു. 1 വർഷം ആകുന്നേ ഉള്ളൂ വീട് കൊടുത്തിട്ട്. അടുത്ത് തന്നെയാണ് വാടക വീടും. പിന്നെ ഇത് തമിഴ്നാടിൻ്റെ ബൗണ്ടറി ഏരിയയാണ്, ബോർഡർ ഏരിയയാണ്. നല്ല ഭംഗിയായിരുന്നു നേരത്തെയൊക്കെ. ഇപ്പം ഫോറസ്റ്റുകാർ കൊണ്ട് തൈയും ഇല്ലിയൊക്കെ വെച്ചുകൊണ്ട് കാട് കയറാൻ തുടങ്ങി. പിന്നെ ഇതിലേ പോയാലും കുറേ വീടുണ്ട്, ഇതിലേ പോയാലും കുറേ വീടുണ്ട്. ഇതിലേ ഇറങ്ങിപ്പോന്നാണ് അമ്മയുടെ അച്ഛനെ വീട്ടിൽ പോകുന്നത്. അമ്മയുടെ അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ മരിച്ചു പോയി. അതിപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇനി ഇവിടെ അടിപൊളി 2 മാവ് നിൽപ്പുണ്ട്. നല്ല തണലാണ് അവിടെ. വന്നിരുന്നാൽ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാം. വീടിൻ്റെ വാതിൽക്കന്ന് നോക്കിയാലേ നല്ല വ്യൂ ആയിരുന്നു നേരത്തെ. ഇപ്പോൾ ഇല്ലിയൊക്കെ മറിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ശരിക്ക് കാണത്തില്ല, എന്നാലും കുഴപ്പമില്ല. ഇവിടെ കാട്ടിലായിരുന്നു ഞാൻ വീഡിയോ ഒക്കെ തുടങ്ങിയത്. ഞാവൽ മരമുണ്ട്. ഇവിടെ നിന്നാണ് ഞാവലും ചോല പാട്ടൊക്കെ പാടുന്നത്. അവിടെ നോക്കിയാൽ കാറ്റാടിയൊക്കെ കാണാം. അതിൻ്റെ ഇപ്പുറത്ത് രാമക്കൽമേടുണ്ട്, ടൂറിസ്റ്റ് സ്ഥലം. അങ്ങനെ അടിപൊളി കാഴ്ചയൊക്കെയാണ്. പിന്നെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. മൊത്തം ബൗണ്ടറി ഏരിയയാണ്, തമിഴ്നാട് ബോർഡർ ഏരിയ. ഫോറസ്റ്റുകാരിപ്പം തൈയൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് ഇവിടെ കാട് കയറാൻ തുടങ്ങി. പിന്നെ ഞാൻ വെള്ളം കോരിക്കൊണ്ടിരുന്ന സ്ഥലം കാണിച്ചു തരാം. അത് ഇച്ചിരി കഴിയും വരുമ്പോഴത്തേക്കും. താഴെ കുറച്ച് നടന്ന് പോകണം. ഈ വഴി വീടിൻ്റെ വഴി അതാണ്, അതിലേ ഇങ്ങ് വരണം. ഇതിലേ വരുന്നിടത്ത് ഇപ്പം കാട് കയറി കിടക്കുന്നതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് കയറിയില്ല, വഴിയൊക്കെ മൂടി കിടക്കുക. പക്ഷേ നല്ല സീനറിയാണ്, മഞ്ഞൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. രാമക്കൽമേടിൻ്റെ കാണാം, കാറ്റാടി കാണാം. ഈ വഴിയായിരുന്നു വെള്ളം കോരാൻ പോയിക്കൊണ്ടിരുന്നത്. 10ാം ക്ലാസ് വരെ വെള്ളം കോരിക്കൊണ്ടിരിക്കുമായിരുന്നു കാട്ടിൽ നിന്ന്. ഇവിടെ കാട്ടിയൊരു നല്ല കുളമുണ്ട്. വെയിലൊക്കെ വന്നാലും വറ്റാത്ത വെള്ളം. വറ്റിയാലും അങ്ങനെ വറ്റത്തില്ല. ഇതായിരുന്നു വഴി പൊക്കോണ്ടിരുന്നത്. പക്ഷെ അത് അടഞ്ഞു കിടക്കുന്നുണ്ട്, വേറൊരു വഴി പോകാം. ഇത് ഞങ്ങളുടെ ഈ ഭാഗംകാർ പൊക്കോണ്ടിരുന്ന വഴിയാണ്. പിന്നെ അപ്പുറത്തെ ആ ഭാഗത്തുള്ളവർ പൊക്കോണ്ടിരുന്ന വഴിയാണ് നമ്മളിപ്പം പോകാൻ പോകുന്നത്. അവിടെയും കുറേ വീടുകളുണ്ട്. അടിപൊളി സ്ഥലമാണ് നമ്മുടെ തണ്ണിപ്പാറ. ഇവിടെ ഇതുപോലെയൊക്കെ സ്ഥലമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്തത്. ഒത്തിരി പേർക്ക് ഇതുപോലെയൊന്നും ഇല്ലാതെ ഉണ്ടായിരിക്കും സ്ഥലങ്ങൾ, അവർക്കും ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും. ഇതുപോലെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നതുകൊണ്ട് എനിക്കൊന്നും നോക്കാനില്ല. റോഡ് സൈഡിലൊക്കെ കിടക്കുമായിരുന്നു, ഞാനിതൊന്നും ചെയ്യത്തില്ലായിരുന്നു. ഇവിടെയാണ് മുമ്പേ കാണിച്ച കാറ്റാടിയൊക്കെ കാണിച്ച സ്ഥലത്താണ്
വീഡിയോ ഒക്കെ ചെയ്ത് ബിയർ ബോട്ടിൽ എറിയുന്ന ക്ലാസ് എറിയുന്നതും കൂടുതലും വീഡിയോ അവിടെയൊക്കെ തന്നെയാണ്. പിന്നെയാണ് അല്ലാതെ മാറിയത്. ഇവിടെ ഇതൊരു ഗ്രൗണ്ടായിരുന്നു. ഇപ്പം ഗ്രൗണ്ടിൻ്റെ ഇതൊക്കെ പോയി. ഫോറസ്റ്റുകാർ വന്ന് തൈയൊക്കെ വെച്ച് അതിൻ്റെ ഇതെല്ലാം പോയി. അവിടെ ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി, വോളിബോൾ കളി, നാടൻ പന്ത് കളി, കുട്ടിയും കോലി കളി എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ വെള്ളമൊക്കെ കോരിയിട്ട് സ്കൂളൊക്കെ വിട്ട് വെള്ളമൊക്കെ കോരി വൈകിട്ട് ഓടി വരുമായിരുന്നു കളിക്കാൻ വേണ്ടി. 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും. ഇതാണ് അവിടുത്തെ കാര്യം വരുന്ന വഴി. ഇതുണ്ടോ വഴി പോലെ കിടക്കുന്നത്. അവർ സ്കൂട്ടിക്ക് വന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നതാണ്. പിന്നെ അതാ അതിലെ നമ്മുടെ കാടിൻ്റെ അകത്തോട്ട് പോകാം. അവിടെ ഒത്തിരി സ്ഥലപ്പേരുണ്ട് കാട്ടിൽ തന്നെ. ചാത്താമ്പാറ, മൊയിലുംപാറ, കാറ്റാടിപ്പാറയല്ല കാറ്റുപാറ, കരിയാപ്പലപ്പാറ, ആനത്താര, ഒത്തിരി സ്ഥലങ്ങളുണ്ട്. കുറേ ഇടത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്, എല്ലായിടത്തും പോയിട്ടില്ല. അതിലൊക്കെ പോയി പശുവിന് പുല്ല് എത്താനൊക്കെ പോകുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ വെള്ളം കോരുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. ആ കിടക്കുന്ന വഴി അങ്ങോട്ട് പോകാം. നമ്മളിപ്പം വേറൊരു വഴിക്കാണ് പോകുന്നത്. അതിലെ വഴി ഇച്ചിരി ചുറ്റലാണ്. ഇവിടെ അടിപൊളി വെള്ളമാണ്, നല്ല തണുത്ത. ഞങ്ങളുടെ നല്ലോലിയാണ്, നല്ലോലി എന്നാണ് എല്ലാവരും പറയുന്നത്. ഉണ്ട് തൊണ്ടിമരം. 10ാം ക്ലാസ് വരെ ഇവിടുന്നാണ് വെള്ളം കോരിക്കൊണ്ടിരുന്നത്. 10 കഴിഞ്ഞാണ് കുഴക്കിണറൊക്കെ അടിച്ചത്. കുഴക്കിണറൊക്കെ അടിച്ച് ഏലം വെച്ച്, ഏലത്തി അമ്മച്ചിയായിരുന്നു പണി. എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അമ്മച്ചി ചാച്ചയൊക്കെയാണ് പണിതത്. ഇതാണ് നമ്മുടെ നല്ലോലി. ഇപ്പം അങ്ങനെ അധികം ആരും വെള്ളം കുടിക്കാനൊന്നും എടുക്കുന്നില്ല. നല്ലതല്ലാത്തതുകൊണ്ടല്ല, എല്ലാവർക്കും കുഴക്കിണറൊക്കെ ആയതുകൊണ്ട്. ഇതാണ് നമ്മുടെ നല്ലോലി. അടിപൊളിയാണ്. ഇത് തേകാൻ നേരമൊക്കെ അടിപൊളിയായിരുന്നു. നമ്മളെ കുറേ കൂട്ടുകാരും എല്ലാവരുമായിട്ട്, നാട്ടുകാരും ഇവിടെ വൃത്തിയാക്കും, തേച്ചൊക്കെ. ആണ് നമ്മുടെ നല്ലോലിയിലെ വെള്ളം. നല്ല തണുപ്പാണ്. കുറച്ച് മുമ്പേ ഞാൻ വന്ന് കുളിച്ചിട്ട് പോയതേ ഉള്ളൂ. വെയിൽ വന്നാലും പറ്റിയാലും അങ്ങനെ തീർത്ത് പറ്റിയല്ല, നിറഞ്ഞു കിടക്കുകയാണ്. ഇങ്ങനെ ഒരു പാറയുടെ പണ്ടാരാണ്ട് കുത്തിയതാണ്, കൃത്യം അറിയത്തില്ല. പിന്നെ ഇവിടെ അലക്കാനൊക്കെ പറ്റും, അലക്കുന്നതൊക്കെ. അതുകൊണ്ട് ഇതായിരുന്നു വഴി ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഇതിങ്ങനെ പടപ്പ് കയറി കിടക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഇതിലേ വരുന്നില്ല. അപ്പുറത്തുകാർ വരുന്ന വഴിയാണ് വരുന്നത്. ഈ നല്ലോലിയാണ് ഞാൻ മെയിനായിട്ട് കാണിക്കാൻ വേണ്ടി ഈ വീഡിയോ എടുത്തത്. നല്ല അടിപൊളി വെള്ളമാണ്. 10ാം ക്ലാസ് വരെ ഇവിടെ നിന്നായിരുന്നു. അതൊക്കെ ആയിരിക്കും ചിലപ്പം കുറേ പേര് വീഡിയോ കണ്ടിട്ട് ജിമ്മിൽ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. പശു ഉണ്ടായിരുന്നു, ഇതുപോലെ വെള്ളം കോരുന്നുണ്ടായിരുന്നു, പുല്ല് എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ വന്ന ശരീരമായിരിക്കും, അറിയത്തില്ല. അല്ലാതെ ജിമ്മിലൊന്നും പോയിട്ടില്ല. ഇതാണ് നമ്മുടെ നല്ലോലിയിൽ നിന്ന് കയറി പോകുന്ന വഴി. പിന്നെ അതിൻ്റെ താഴെയുണ്ട്, അത് ആദ്യമേ കാണിച്ചില്ലേ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന വഴിയാന്ന് പറഞ്ഞ്. ആ വഴി താഴോട്ട് പോയാലും ഒരു തവാർണ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഇതുപോലെ 2-3 കുളമുണ്ട്. അവിടെ പോകാൻ പറ്റിയാലും ഇപ്പോൾ ഭയങ്കരമായിട്ട് കാട് കയറി കിടക്കുക. അതുകൊണ്ട് അവിടെ പോകുന്നില്ല. അവിടെ പോത്തൊക്കെ ഉണ്ടായിരുന്നു, പോത്തുകിടാക്കളും പശുക്കിടാക്കളൊക്കെ. പോത്തിനെയൊക്കെ കുളിപ്പിക്കാനൊക്കെ അവിടെ പോകുമായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. ഇപ്പോഴും അടിപൊളിയാണ്. കാടൊക്കെ കയറിയേക്കുന്നതുകൊണ്ട് ഇച്ചിരി ഭംഗി കുറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ അങ്ങ്
കാട്ടിൽ പോകുന്നിടത്ത് അമ്പട്ടമ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പോയി നിന്നാൽ അടിപൊളിയായിട്ട് കമ്പമൊക്കെ കാണാം. തമിഴ്നാട് ഫുള്ള് കാണാം അടിപൊളിയായിട്ട്. ഇവിടെ നിന്നാലും കാണാം. എന്നാലും അമ്പട്ടമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കാണാം. അടിപൊളി നല്ല കാറ്റൊക്കെയാണ്. ഈ വഴിയാണ് അവർ വരുന്ന വണ്ടിയായിട്ട്. ഇല്ലേ ഒന്ന് അങ്ങോട്ട് കയറും. നമ്മൾ വണ്ടിക്കല്ല, അല്ലാതെ എടുക്കുമായിരുന്നു. അവരും അല്ലാതൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. വണ്ടിയൊക്കെ ആയപ്പോഴത്തേക്കും കന്നാസിൽ വന്ന് എടുത്തുകൊണ്ട് പോകും. പിന്നെ ഇതാണ് ഒരു കപ്പപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. ഒത്തിരി സ്ഥലപ്പേരുണ്ട്. ഇവിടെ എല്ലാം കാട് കയറി. ഇപ്പോൾ നേരത്തെയൊക്കെ നല്ലതായിരുന്നു. ഇവിടെ എല്ലാം വന്ന് കിടാക്കളെയൊക്കെ കെട്ടുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ദിനം ആശംസിക്കുന്നു. എല്ലാവരും ഇതുപോലെ സ്ഥലങ്ങളൊക്കെ ഉള്ളവർ കമൻറ്റ് ചെയ്യുക. ഇവിടെ അടിപൊളിയായിരുന്നു. ഇപ്പോൾ അങ്ങനെ ക്രിക്കറ്റ് കളിയൊന്നുമില്ല. ഇടയ്ക്കൊക്കെ കളിച്ചാലൊക്കെ ഉള്ളൂ. നേരത്തെ ഉണ്ടായിരുന്നു ക്രിക്കറ്റ് കളി, ഫുട്ബോൾ അങ്ങനെ അധികം ഇല്ല. നാടൻ പന്ത്, വോളിബോള് അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും പണിയുടെ ഇതെല്ലാം തിരക്കായതുകൊണ്ട് ആരുമില്ല. ഇതാണ് നമ്മുടെ തണ്ണിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. എൻ്റെ വീടിൻ്റെ ഭാഗം. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീടിൻ്റെ സ്ഥലം. അതിലെ കാട്ടിപ്പോയാൽ നല്ല രസമാണ്. കാട്ടിലൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്. ഇപ്പോൾ ഫോറസ്റ്റുകാരൊക്കെ ഉണ്ട്. എന്നാലും അടിപൊളിയാണ്. ഇതാണ് എൻ്റെ ചെറിയൊരു ജീവിതം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.